ലൈംഗിക അപവാദത്തിൽപ്പെട്ട് ആരോപണത്തിൽപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ സ്ഥാനം ഒഴിഞ്ഞ അന്നു മുതൽ ആ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അവിടെ കാര് എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ബിനു ചുള്ളിയിലാണ് വർക്കിംഗ് പ്രസിഡന്റ്. അബിൻ വർക്കി ദേശീയ സെക്രട്ടറിയാകും എന്ന വിവരങ്ങളാണ്. നേരത്തെ തന്നെ ഈ സാഹചര്യങ്ങൾ സാധ്യതകൾ ന്യൂസ് 18 വാർത്തയാക്കിയിരുന്നു. ഇപ്പോൾ ഡാൻ കുര്യൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാൻ, നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ OJ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ബിനു ചുള്ളിയിൽ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതേസമയം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തുണ്ടായിരുന്ന അബിൻ വർക്കി ദേശീയ നേതൃത്വത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എങ്ങനെയാണ് ഈ സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്? ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത അനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. OJ ജനീഷിന് വേണ്ടി ഷാഫി പറമ്പിൽ വിഭാഗം നടത്തിയ സമ്മർദ്ദം ഫലം കണ്ടിരിക്കുന്നുവെന്ന് വേണം പറയാൻ. അല്പസമയം മുമ്പാണ് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കുകയും AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഈ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് തൃശ്ശൂരിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ OJ ജനീഷ് രാഹുൽ മാങ്കൂട്ടത്തിന് പകരക്കാരനായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി എത്തുകയാണ്. അബിൻ വർക്കി, അതായത് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് I ഗ്രൂപ്പ് നിർദ്ദേശിച്ച അബിൻ വർക്കി ദേശീയ സെക്രട്ടറിയായി മാറും എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. അതോടൊപ്പം KM അഭിജിത്തിനും സെക്രട്ടറിയുടെ ചുമതല നൽകിയിട്ടുണ്ട്. അതായത് A ഗ്രൂപ്പ് മുമ്പോട്ട് വെച്ച പേര് KM അഭിജിത്തിന്റേതായിരുന്നു. അഭിജിത്ത് ഒരു ഘട്ടത്തിൽ ദേശീയ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ഭാരവാഹിത്വത്തിൽ തടയപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് അഭിജിത്തിന് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണന നൽകണമെന്ന ആവശ്യത്തിൽ A ഗ്രൂപ്പ് ഉറച്ചു നിൽക്കുകയായിരുന്നു. എന്തായാലും പൊട്ടിത്തെറികൾക്ക് വഴിവെക്കാതെ ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന വലിയൊരു ആശ്വാസത്തിലാണ് ദേശീയ നേതൃത്വം. പക്ഷേ അബിൻ വർക്കിക്ക് വേണ്ടി അവസാനം വരെ നിലയുറപ്പിച്ച I ഗ്രൂപ്പിലെ മുതിർന്ന നേതാക്കളടക്കം ഈ ദേശീയ നേതൃത്വത്തിന്റെ ഈ തീരുമാനത്തോടെ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ഷാഫി പറമ്പിൽ നടത്തിയ സമ്മർദ്ദ നീക്കം തീർച്ചയായും വലിയ സമ്മർദ്ദമാണ് അബിൻ വർക്കിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരുന്നത്. രമേശ് ചെന്നിത്തലയൊക്കെ മുൻപന്തിയിൽ നിന്ന് അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു. മാത്രവുമല്ല, മറിച്ച് ഏതെങ്കിലും ഒരു തീരുമാനമുണ്ടായാൽ രാജിവെക്കും മുഴുവൻ അംഗങ്ങളും എന്ന തരത്തിലുള്ള ഭീഷണികളും ഉയർത്തിയിരുന്നു. പക്ഷേ അതിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയില്ല എന്നതാണ് കാണുന്നത്. ഇതൊരു സമവായത്തിലൂടെ നടപ്പിലാകുമെന്നാണോ കരുതുന്നത്, അതോ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ? പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം I ഗ്രൂപ്പ് ശക്തമായി മെറിറ്റ് അടിസ്ഥാനത്തിൽ അവന് തന്നെ അധ്യക്ഷ സ്ഥാനം കൈമാറും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. കാരണം തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ താഴെ ഏറ്റവും അധികം വോട്ടുകൾ ലഭിച്ചിരുന്നത് അബിനാണ്. പക്ഷേ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിക്കുമ്പോൾ KPCC അധ്യക്ഷനും KSU അധ്യക്ഷനും ന്യൂനപക്ഷ സമുദായത്തിന്റെ പ്രതിനിധികളാണെന്നിരിക്കെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ കൂടി അങ്ങനെയായാൽ അത് സാമുദായിക സമവാക്യങ്ങൾ തെറ്റിക്കും. അതുകൊണ്ട് അവന് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാനാവില്ല എന്ന നിലപാടിലായിരുന്നു ഒരു വിഭാഗം. ആ സമ്മർദ്ദ നീക്കം ഫലം കണ്ടിരിക്കുന്നു. അതാണ് OJ ജനീഷിന് അവസരമായി മാറിയിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് വലിയ തരത്തിൽ സമരരംഗത്ത് സജീവമാകുന്ന ഒരു ഘട്ടത്തിലാണ് OJ ജനീഷ് അധ്യക്ഷ പദം ഏറ്റെടുക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഗ്രൂപ്പ് നേതാക്കൾ വരും ഇതിനോട് ഈ തരത്തിൽ പ്രതികരിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. തീർച്ചയായും ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് OJ ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാകുന്നു. അബിൻ വർക്കി ദേശീയ നേതൃത്വത്തിലേക്ക് പോകുന്നു. ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റ് ആകുന്നു എന്നതാണ്. എന്നാൽ ഈ തീരുമാനത്തോട് എങ്ങനെയായിരിക്കും പ്രതികരണം? ഒരുപക്ഷെ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന കാര്യങ്ങൾ കാത്തിരുന്ന് കാണണം എന്നതാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഡാൻ കുര്യൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡാൻ, ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ആധിപത്യം ഉറപ്പിക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് എത്രമാത്രം സുതാര്യതയുണ്ട് എന്ന കാര്യത്തിൽ നമുക്കറിയാം. വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡ് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പുള്ള വലിയ വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നതാണ്. അതിനുശേഷം ലൈംഗിക അപവാദത്തിൽപ്പെടുന്നു. VD സതീശൻ ഉൾപ്പെടെയുള്ളവർ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുമ്പോഴും അവർക്ക് സ്വീകാര്യനായ, അവർ പിന്തുണയ്ക്കുന്ന ഒരാളെ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിലനിർത്താൻ കഴിയുന്നു എന്നത് ഷാഫി വിഭാഗത്തിന്റെ ഒരു മേൽക്കൈ സൂചിപ്പിക്കുന്നതല്ലേ? അങ്ങനെ ഒരു ആധിപത്യം പുലർത്താൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ ഗ്രൂപ്പിന് കഴിയുന്നു എന്ന സന്ദേശം കൂടി ഈ തെരഞ്ഞെടുപ്പ് പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ വരുന്നുണ്ടോ?
അത് തന്നെയായിരിക്കും നേതൃത്വം നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയും. രാഹുലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്ന സമയം മുതൽ രാഹുലിനെ സംരക്ഷിക്കുന്ന ഷാഫിയാണ് എന്ന വിമർശനമാണ് ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ അതേ ഷാഫി വിഭാഗത്തിന്റെ പിന്തുണയോടെ OJ ജനീഷ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള തർക്കങ്ങൾ ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പരിഗണനാ പട്ടികയിൽ ഇടപെടുത്തുന്ന അബിൻ വർക്കിയെയും KM അഭിജിത്തിനെയും ഒക്കെ സെക്രട്ടറിമാരാക്കി പരിഗണിച്ചുകൊണ്ട് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമാക്കാനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രശ്ന പരിഹാരത്തിനുള്ള നീക്കമായിരിക്കും സംഘടനാ തലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും നടത്തുക. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗ്രൂപ്പ് നേതാക്കൾ പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴത്തെ തീരുമാനത്തോട് ഏത് തരത്തിൽ പ്രതികരിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. തീർച്ചയായും എന്തായാലും രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുൻപിൽ നിൽക്കുമ്പോഴാണ് യൂത്ത് കോൺഗ്രസിൽ ഇങ്ങനെ ഒരു അഴിച്ചുപണി നടക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ലൈംഗിക ആരോപണ വിധേയനാകുന്ന സാഹചര്യത്തിലാണ് ഒരു രാജിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വന്നത്. അതിനുശേഷം ഇപ്പോൾ അവർക്ക് സ്വീകാര്യനായ ഒരു വ്യക്തി തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു. അതിൻ്റെ നിയന്ത്രണം അവരുടെ കൈകളിൽ തന്നെ ഒതുങ്ങുന്നു എന്നതാണ് സാഹചര്യം. സ്വാഭാവികമായും ക്ലെയിം ഉണ്ടായിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തലിന് ശേഷം കൂടുതൽ വോട്ട് നേടിയ അബിൻ വർക്കിക്കായിരുന്നു. അബിൻ വർക്കിയെ അധ്യക്ഷനാക്കുന്നതിനുള്ള സമ്മർദ്ദം ശക്തമായി ഐ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചിരുന്നതാണ്. ഭീഷണി ഉൾപ്പെടെ അധ്യക്ഷ സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ രാജി എന്ന ഭീഷണി ഉൾപ്പെടെ ഉയർന്നതിന് ശേഷവും ഇപ്പോൾ ഷാഫി പറമ്പിൽ നിർദ്ദേശിച്ച അല്ലെങ്കിൽ അവരുടെ പിന്തുണയുള്ള ജനീഷ് തന്നെ സംസ്ഥാന അധ്യക്ഷനാകുന്നു എന്നതാണ്. എങ്ങനെ ഒരു നിർണായക തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ പോകുന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൽ പ്രതിഫലിക്കാൻ പോകുന്നു, അവരെ ബാധിക്കാൻ പോകുന്നു എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ചില അതൃപ്തികൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് ഉയരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഡാൻ, ഈ തെരഞ്ഞെടുപ്പുകളിലേക്കൊക്കെ പോകുമ്പോൾ താഴെത്തട്ടിൽ ഏറ്റവും ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ വേണ്ടിവരുന്ന ഘട്ടം കൂടിയാണിത്. സർക്കാരിനെതിരെ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നു. അത് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദമായാലും മുഖ്യമന്ത്രിയുടെ മകന് ED നോട്ടീസ് അയച്ച വിവാദമായാലും അങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് വിഷയങ്ങൾ മുന്നിലുണ്ട്. അവിടെയൊക്കെ സമരരംഗത്തും മറ്റും ഏറ്റവും മുന്നിലുണ്ടാകേണ്ട സംഘടന യൂത്ത് കോൺഗ്രസ് ആണ്. അവിടെയാണ് ഇത്തരമൊരു സ്ഥാനമാറ്റം ഉണ്ടാകുന്നത്. നല്ല രീതിയിൽ ഭവിക്കുമോ അതോ തിരിച്ചടി ഉണ്ടാകുമോ? ഇത് കൂട്ടായ്മയുടെ തീരുമാനമല്ല എങ്കിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് മോശം ദിവസങ്ങളായിരിക്കുമോ? നമുക്ക് എങ്ങനെ പ്രവചിക്കാനൊന്നും ആവില്ല. നിലവിൽ അവർ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. ഇനി കാത്തിരിക്കാം ഏതു തരത്തിലായിരിക്കും നേതാക്കൾ അതിനോട് പ്രതികരിക്കുക എന്നത്. കാരണം KC വേണുഗോപാൽ അടക്കം കേരളത്തിൽ നിന്നുള്ള ഏറ്റവും ശക്തനായ ദേശീയ നേതൃത്വത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം തന്നെ ഈ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നേതാക്കളുമായി ചർച്ച നടത്തുകയും പ്രശ്നപരിഹാരത്തിന് അനുരഞ്ജന ചർച്ച നടത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു ഒത്തുതീർപ്പ് നീക്കത്തിന്റെ ഭാഗമായി OJ ജനീഷിനെ അധ്യക്ഷനാക്കിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയത്തോട് ഏത് തരത്തിലായിരിക്കും പ്രതികരിക്കുക എന്നതാണ് ഇനി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളുടെ ഗതി തീരുമാനിക്കുക. ബിനു ചുള്ളിയിൽ അത് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ തന്നെ ഏറ്റവും അർഹൻ ബിനു ചുള്ളിയിലാണ് എന്ന തരത്തിൽ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചാരണമുണ്ടായിരുന്നു. താഴെത്തട്ടിൽ പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന, ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന, ചാനൽ ചർച്ചകളിൽ കാണുന്ന മുഖമല്ലാത്ത വ്യക്തി എന്ന നിലയിൽ ബിനു ചുള്ളിയിലിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂടുതലുമായിരുന്നു. അപ്പോൾ അന്ന് അധ്യക്ഷ സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ പിന്തുണ ലഭിച്ചിരുന്ന വ്യക്തിയാണ് ബിനു ചുള്ളിയിൽ. അതിനുശേഷമാണ് റിയൽ വേഴ്സസ് റിയൽ ഏറ്റുമുട്ടലൊക്കെ നമ്മൾ കോൺഗ്രസ് പാർട്ടിയിൽ കാണുന്നത്. അത്തരത്തിൽ ഈ റീൽ താരങ്ങളെ പൊളിച്ചെഴുതാനുള്ള നീക്കങ്ങളൊക്കെ കണ്ടു. അതിനുശേഷവും ബിനു ചുള്ളിയിൽ ഒരു പരിഗണന ആവാത്ത അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതെ പോയ സാഹചര്യം എന്താണ്? അതായത് KC വേണുഗോപാൽ പക്ഷത്തിന്റെ വിശ്വസ്തനാണ് ബിനു ചുള്ളിയിൽ. അതുകൊണ്ട് തന്നെ ഹരിപ്പാടിൽ നിന്നുള്ള ബിനു ചുള്ളിയിലിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഐ ഗ്രൂപ്പിൽ രമേശ് ചെന്നിത്തല വിഭാഗം നിലപാട് ഘടിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം വരും. അത് മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള പൊട്ടത്തെറികൾക്കും തർക്കങ്ങൾക്കും അവസരം ഉണ്ടാക്കാതിരിക്കാൻ KC വേണുഗോപാൽ തന്നെയാണ് ബിനു ചുള്ളിയിലിനെ അനുനയിപ്പിച്ച് ഈ ഒരു അവസരത്തിൽ പിൻവാങ്ങണം, മറ്റൊരു അവസരത്തിൽ പാർട്ടി മികച്ച പരിഗണന നൽകും എന്ന ഒരു ഉറപ്പ് നൽകിയത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്.
ഏതാനും നാളുകൾക്ക് മുമ്പാണ് ദേശീയ സെക്രട്ടറിയായി യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലേക്ക് ബിനു ചുള്ളിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് ബിനു ചുള്ളിയുടെ മുമ്പിൽ ഇനിയും അവസരങ്ങൾ ഉണ്ടാകും എന്ന് KC വേണുഗോപാൽ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഉണ്ടായ തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടത് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉടലെടുക്കാനിടയുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മുതിർന്ന നേതാക്കളുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ബിനു ചുള്ളിയുടെ വർക്കിംഗ് പ്രസിഡന്റായി ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അല്ലാതെ ബിനു ചുള്ളിയിൽ വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്നു. അതുകൊണ്ട് ബിനുവിനെ കളഞ്ഞു എന്ന ഒരു ആക്ഷേപം ഉന്നയിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വരെ വഴിവെക്കാൻ സാധ്യതയുള്ള ഒരു പദവി, വർക്കിംഗ് പ്രസിഡന്റ് പദവി ഈ നിർണായക ഘട്ടത്തിൽ ബിനു ചുള്ളിയുടെ ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. തീർച്ചയായും ഡാൻ കുര്യനാട് വിവരങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസിന് പുതിയ അധ്യക്ഷൻ OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അബിൻ വർക്കി ദേശീയ നേതൃത്വത്തിലേക്ക് പോകുന്നു. ബിനു ചുള്ളിയിലാണ് വൈസ് പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ്. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഇത് ഏകകണ്ഠമായുള്ള തീരുമാനമാണോ, യോജിപ്പിൽ എടുത്ത തീരുമാനമാണോ, സമവായ നീക്കമാണോ, എല്ലാവരും ഇത് അംഗീകരിക്കുന്നുണ്ടോ, അതോ മറിച്ച് അഭിപ്രായങ്ങളുണ്ടോ, ഭിന്ന അഭിപ്രായങ്ങളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരുമ്പോൾ മാത്രമായിരിക്കും മനസ്സിലാകാൻ കഴിയുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ആരോപണം നേരിട്ട് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഒഴിഞ്ഞുകിടന്ന സ്ഥാനത്തേക്ക് ഇപ്പോൾ ഏറെ ചർച്ചകൾക്കൊടുവിൽ സമവായത്തിലൂടെ ഒരു ആളെ എത്തിയിരിക്കുകയാണ്. OJ ജനീഷാണ് യൂത്ത് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷൻ.